വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്ക 16, അവിശ്വസ്തനായ കാര്യസ്ഥൻ. ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല. ലൂക്ക 16, അവിശ്വസ്തനായ കാര്യസ്ഥൻ. ഇവിടെ ഒരു യജമാനൻ അവിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ കണ്ടെത്തുകയാണ്. അയാൾ ജോലിയിൽ ഭയങ്കര കൃത്രിമമൊക്കെ ചെയ്തു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, യജമാനൻ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പം അതിനു മുമ്പ് അയാൾ ഭയങ്കര സമർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അയാൾ എന്താ ചെയ്തത്? അയാൾ യജമാനന് കടം യജമാനന് പൈസ കൊടുക്കാനുണ്ടോരുന്നവരൊക്കെ വിളിച്ചിട്ട് അവർ കണക്ക് പുസ്തകത്തിൽ അവരുടെ കണക്ക് ഇവൻ തിരുത്തി എഴുതി. 100 കൊടുക്കാനുള്ളവൻ 50 ആക്കി, 50 കൊടുക്കാനുള്ളവൻ 25 ആക്കി. അപ്പോൾ ഇവൻ്റെ ഒരു കണക്കൂട്ടൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യജമാനൻ ഇവിടുന്ന് എന്നെ പറഞ്ഞു വിട്ടാലും ആ, എന്നെ ഇവർ താങ്ങിക്കൊള്ളും എന്ന കണക്കൂട്ടലാണ്. അവൻ്റെ ഈ അതിബുദ്ധിയെ യജമാനൻ പ്രശംസിക്കുകയാണ്. അപ്പോൾ പ്രശംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാസ്റ്റിക് ആയിട്ട്, നീ ആള് കൊള്ളാം, നീ 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 ഇത്രയും ബുദ്ധിമാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് യജമാനൻ പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആരു നിങ്ങളെ ഏൽപ്പിക്കും? മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കൊതിയരായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് സ്തുതി. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തൻ ആയിരിക്കും. അപ്പോൾ ഈ ദൈവികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ധനികരായ ഫരിസേയർ അവനെ പുച്ഛിച്ചു. കാരണം അവർക്കിതൊന്നും അവർ ഈ പണത്തിൻ്റെ ആർത്തിയിൽ ഉന്മത്തരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ദൈവനീതി ഒന്നും മനസ്സിലാവുകയില്ല. ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത്, നിനക്ക് ധനത്തെയും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലും ഒരുപോലെ ഇടപെടാൻ നിനക്ക് സാധിക്കുകയില്ല. നീ തന്നെ തീരുമാനിക്കണം, നിനക്ക് ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള ദൈവത്തിൻ്റെ നീതി അനുസരിച്ചുള്ള പാത പിന്തുടരണമോ അതോ ഈ ലോകത്തിൻ്റെ പാത പിന്തുടരണമോ? ലോകത്തിൻ്റെ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ധനത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും മനുഷ്യൻ. അപ്പം അത് ദൈവത്തിന് നിരക്കുകയില്ല. എന്നിട്ട് കർത്താവ് പറയുന്നു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ
വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും. അപ്പം ഇത് ഏഹ്, ഈ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് ശരിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത് ഒറ്റ അടിക്കായിരിക്കില്ല. ചെറിയ ചെറിയ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്താണ് പെട്ടെന്ന് അത് വൻ വീഴ്ചയിൽ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സുകൃതങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ദൈവവുമായി ഒരു യഥാർത്ഥ ബന്ധം, ദൈവവുമായ ഒരു യഥാർത്ഥ സ്നേഹബന്ധം നമ്മൾ കെട്ടിപ്പടുക്കുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ ഒറ്റയടിക്ക് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയോ ചെയ്യുന്നില്ല. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ആദ്യം ഒരു ചിന്ത, ഇപ്പം ഒരു ചിന്ത ആയിട്ടായിരിക്കും സാധാരണ നമ്മളെ പരീക്ഷിക്കുന്നത്. അത് നമ്മൾ അവിടെ വെച്ച് തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും അവസാനം ആ തിന്മ നമ്മൾ വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ചെറിയ സുഹൃതങ്ങൾ, കോപിക്കാതിരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക, കഴിയുന്ന ചെറിയൊരു ഉപകാരമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ത്യജിക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ ദൈവവുമായി അടുക്കുന്നതും. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്നതും. ഇപ്പം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെ ദൈവം പടിപടിയായി ഉയർത്തും. അതേസമയം ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തനായവൻ, അവൻ പാതാളത്തിൽ നിബദിക്കും. അവൻ സാത്താൻ്റെ തട്ടിപ്പുകൾക്ക് ഇരയാവുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും അശാന്തിയിൽ വർത്തിക്കുകയും ചെയ്യും. നമ്മൾക്ക് ഈ ചെറിയ ചെറിയ സുഹൃതങ്ങൾ ചെയ്യുവാനുള്ള കൃപയ്ക്കായി, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമൊക്കെയുള്ള ഒരു ഒരു ജ്ഞാനത്തിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ചെറിയ കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തത പുലർത്താം. ദൈവം ഇപ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുടുംബമുണ്ട്, അപ്പോൾ അവിടെ നമ്മൾ അവിടുത്തെ ഡ്യൂട്ടീസ് ചെയ്യണം. അവിടെയും വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്യാൻ കിടക്കുന്നത്, ഇല്ലേ? അവിടുത്തെ തോട്ടം നനയ്ക്കൽ, പുല്ല് പറിക്കൽ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ കിടക്കുന്നത്. ചെയ്യുക, ഏറ്റവും സന്തോഷത്തോടുകൂടെ അത് ചെയ്യുക. കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷത്തോടെ സമയം ചെലവഴിക്കുക. സോഷ്യൽ മീഡിയ ഒക്കെ വലിച്ചെറിയുക. അതിൻ്റെയൊക്കെ സമയം വളരെ കുറയ്ക്കുക. ആ സമയം മറ്റുള്ളവരുമായി ഇടപഴകുവാൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാം നമുക്ക് കർത്താവ് വന്നിരിക്കുന്നതാണ്. നമ്മളെ തന്നെയും കുടുംബത്തെയും കർത്താവ് തരാത്തതായിട്ട് എന്തുണ്ട്? കർത്താവാണ് എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനോടെല്ലാം നമ്മൾക്ക് വിശ്വസ്തത പുലർത്താം. അപ്രകാരം ക്രമേണ കർത്താവ് നമ്മളെ പടിപടിയായി തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തും. ഈ ജ്ഞാനത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ. നമ്മൾക്കും അനുസരണയോടെ കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.